എൻ്റെ അടുത്ത ആൾക്കാർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് ക്രെഡിറ്റ് കാർഡാണ് എടുക്കേണ്ടത്? ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ എന്തൊക്കെ ഓഫറാണ് നമ്മൾ നോക്കണ്ടേ എന്നുള്ളത് ഒരു സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ പറഞ്ഞ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ദുബായിലായിരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള പ്രസൻറ്റേഷനാണ്. പക്ഷെ ഇതിനകത്തെ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതേ ഓഫറുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും. ഏത് രാജ്യത്ത് ചെന്നാലും ഈ ബേസിക് ഓഫറുകൾ ചേഞ്ച് വരുന്നില്ല. അപ്പം ഞാൻ ഓരോരോ ഓഫറുകളെ കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ച പോലെയാണ്. ഈ ജഗതി ജൂനിയർ മാൻഡ്രേക്കിൽ ആദായ വിൽപ്പന എന്ന് പറഞ്ഞ പോലെ ഓരോരോ ഓഫറുമായിട്ട് ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ വരും. അവരിതിൻ്റെ പല മിക്സ് ആൻഡ് മാച്ചുകളും ചെയ്യും. പക്ഷെ നമുക്ക് അനുയോജ്യമായ ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വിവിധ തരത്തിലുള്ള ഓഫറുകളെ കുറിച്ച് പറയുന്നത്. ക്യാഷ് ബാക്ക് പറയും, പിന്നെ ചിലത് പോയിന്റ്സ് പറയും, ചിലത് എയർ മൈൽസ്, എയർപോർട്ട് ലോഞ്ച്, ഫ്രീ മൂവി. ഇതാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന പല ക്രെഡിറ്റ് കാർഡ് ഓഫറുകളെ കുറിച്ചിട്ട്. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾക്കായിട്ട് ഓരോ ബെനിഫിറ്റുകളായിരിക്കും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ അത് കാരണം ഏത് ആവശ്യത്തിനനുസരിച്ച് ആൾക്കാർക്ക് പല കാർഡുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും എടുക്കുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ മൂവി ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം എല്ലാവർക്കും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള തോന്നുന്ന ഒരു ഓഫറാണ്. അപ്പോൾ 50% ഓഫ് ഓൺ മൂവീസ്, അങ്ങനത്തെ ഒരു ഓഫർ വരും. പക്ഷേ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഉണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബേസിക് കണ്ടീഷൻസ് ആൾക്കാർ വായിക്കില്ല. ഈ മൂവി ടിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴേക്ക് കണ്ടീഷൻസിന് അത് പറയുന്നത് മിനിമം സ്പെൻഡ് പറയുന്നുണ്ട്, മാക്സിമം ടിക്കറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ പറയുന്നത് രണ്ട് മൂവി ടിക്കറ്റാണ് കിട്ടുള്ളൂ നമുക്ക് സിനിമ ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട്. അതും പോരാഞ്ഞിട്ട് അതിനെ ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് നമുക്ക് മിനിമം മന്ത്ലി സ്പെൻഡായ 1500 ദിർഹംസെങ്കിലും ഇതിനകത്ത് ഉണ്ടായാൽ മാത്രമാണ് അതിന് കാർഡ് കിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ $1500 എത്താണ്ട് മൂവി ക്രെഡിറ്റ് കാർഡ് എടുത്ത് മൂവി ടിക്കറ്റ് എടുത്ത് പിന്നെ അതിൻ്റെ കാശ് തിരിച്ചങ്ങോട്ട് അടയ്ക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാർഡ് ഉപയോഗിക്കുകയാണ്, അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പം വരില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂവി ടിക്കറ്റിൻ്റെ ഓഫറുകളിൽ നമുക്ക് അത്രയ്ക്കധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം ഞാൻ ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷം ഞാൻ അധികം മൂവി കാണുന്ന വ്യക്തിയല്ല. അപ്പം എനിക്ക് ഈ കാർഡുകൾ കൊണ്ട് അത്രയ്ക്ക് വലിയൊരു ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ പറയുന്ന വേറെ ഒരു കാര്യമാണ് എയർപോർട്ട് ലോഞ്ച്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന എയർപോർട്ടിൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എയർപോർട്ട് ലോഞ്ച് കിട്ടും, അങ്ങനത്തെ കുറേ കാര്യങ്ങളും മറ്റേതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചില ഓഫേഴ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ചില ക്രെഡിറ്റ് കാർഡുകളുടെ അകത്ത് ചില എയർപോർട്ട് ഇൻക്ലൂഡഡ് അല്ല. ഇപ്പോൾ ഞാൻ ആദ്യം മിഡിൽ ഈസ്റ്റിലായിരുന്ന സമയത്ത് ഞാൻ ഒരു കാർഡ് എടുത്തു. അപ്പോൾ അതിനകത്ത് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാർഡ് എടുത്തത്. ഞാൻ ഫിലിപ്പീൻസിലേക്ക് പോണ സമയത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടു അത് ഫിലിപ്പീൻസിലല്ല, മിഡിൽ ഈസ്റ്റിൽ മാത്രമാണ് ഈ കാർഡ്, എയർപോർട്ടുകളിൽ മാത്രമാണ് ഈ കാർഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യയും ഫിലിപ്പീൻസും ഉള്ള കാർഡ് നോക്കിയെടുത്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഞാൻ കൊച്ചി എയർപോർട്ടിലേക്കാണ് വരാതിരുന്നത്, പക്ഷേ ഇത് ബാംഗ്ലൂർ എയർപോർട്ട് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ നമ്മൾ സ്ഥിരമായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന എയർപോർട്ടുകൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് എയർപോർട്ട് ലോഞ്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഒരു ഓഫർ കൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് വരില്ല. പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയ്ക്ക് എമൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ ഇത്രയ്ക്ക് യൂസേജ്, അങ്ങനത്തെ കുറേ ഫാക്ടറുകളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ എയർപോർട്ട് ലോഞ്ചും ചില സമയത്ത് വർക്ക് ആവുള്ളൂ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. പിന്നെ പറയുന്ന കാര്യമാണ് എയർ മൈൽസ്. അപ്പോൾ കുറേ പേര് പറയും നമുക്ക് ഇത്രയ്ക്ക് എയർ മൈൽസ് കിട്ടും, എയർ മൈൽസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് ഉപകാരം വരും. പക്ഷെ ഇതിന് ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എയർ മൈൽസ് നമുക്കത് കൺവേർട്ട് ചെയ്ത് പോയിൻ്റായിട്ട് കൺവേർട്ട് ചെയ്ത് റിഡീം ചെയ്യാവുന്നതാണ്. ചില എയർ മൈൽസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ എയർ മൈൽസിന് തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിലുണ്ടായിരുന്നപ്പോൾ സ്ഥിരമായിട്ട് പോയിരുന്ന ഫ്ലൈറ്റാണ് എയർ അറേബ്യയും എമിറേറ്റ്സും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ മാറി കാനഡയ്ക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ രണ്ട് എയർലൈൻസ് ഞാൻ ഉപയോഗിക്കുന്ന എയർലൈൻസ് അല്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ പോയിന്റ്സ് ഉണ്ടായിട്ട് അത് ട്രാൻസ്ഫറബിൾ അല്ലെങ്കിൽ വേറെ റിഡീം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ ആ എയർ മൈൽസ് ഉണ്ടായിട്ട് എനിക്ക് പ്രയോജനം ഉണ്ടായിരുന്നു വരില്ല. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് എയർ അറേബ്യ എന്ന് പറഞ്ഞ ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡായിട്ട് കമ്പനി ലിങ്ക് എങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സാധാരണ നോക്കുക ഏറ്റവും ചീപ്പസ്റ്റ് എയർലൈൻസിൽ പോകുമ്പോൾ ആ എയർലൈൻസിൽ കിട്ടാനുള്ള ബെനിഫിറ്റുകൾ നോക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് ബെനിഫിഷ്യൽ അല്ലാണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ ഉണ്ടാവുന്ന വേറൊരു കാര്യമാണ് റിവാർഡ് പോയിന്റ്സുകളെ കുറിച്ച് പറയുന്നത്.
പക്ഷേ ഈ റിവാർഡ് പോയിന്റ്സുകളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില റിവാർഡ് പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. ചിലന്ന് പറഞ്ഞാൽ 1000 പോയിന്റ് $1 അല്ലെങ്കിൽ $1, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും ഇത് 300 പോയിന്റ്, ഇത് ഈ പറഞ്ഞ സാധനം നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് $100 നിങ്ങൾ 100 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് $1. പക്ഷെ വേറൊരു സാധനം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ പോയിന്റ് 100 അല്ല 200 ആയിരിക്കും. ഇങ്ങനത്തെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്കീമുകളുണ്ട്. പിന്നെ മിനിമം പോയിന്റ്സ് ഉണ്ടായാൽ മാത്രമേ റെഡീം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു, 10 രൂപയ്ക്ക് ഒരു സാധനം, ഇതിൻ്റെ അകത്ത് 10 ദിറം അല്ലെങ്കിൽ $10 പോയിന്റ് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അത് റെഡീം ചെയ്യാൻ ചില സമയത്ത് പറ്റിയെന്ന് വരില്ല. എന്നുവെച്ചാൽ മിനിമം റെഡീമിങ് പോയിന്റ്സ് ആവണം. 25 ദിറംസ് അല്ലെങ്കിൽ $25 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. പിന്നെ ചില സമയത്ത് ഇവർ പോയിന്റ് സ്ട്രക്ചറിലും മാറ്റങ്ങൾ വരുത്തും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്ര പോയിന്റ് കൂട്ടി വെച്ചിട്ട് നമുക്ക് എന്നെ സാധനം ചെയ്യാൻ വരുമ്പോൾ ആ സമയത്ത് ഇവർ പോളിസി ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോയിന്റുകൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ യൂസ് ഉണ്ടായിട്ട് വരില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പറയുന്നത് അതിൻ്റെ 80% ക്യാഷ് ബാക്ക് പോയിന്റ് കിട്ടും. പക്ഷേ അത് ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് ആണെങ്കിൽ 50% ഓഫ് ദ ബേസ് ക്യാഷ് ബാക്ക് പോയിന്റ്സ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ബാക്ക് പോയിന്റ്സ് നമുക്ക് തന്നെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത കുറെ സ്കീമുകൾ കൊണ്ടുവരുന്ന ക്രെഡിറ്റ് കാർഡ് കമ്പനികളുണ്ട്. അപ്പോൾ അവരെ നമ്മളൊന്ന് വാച്ച് ഔട്ട് ചെയ്തിട്ട് വേണം അവരുടെ കാർഡിൽ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ തന്നെ ചില ഗവൺമെന്റ് സ്പെൻഡുകൾക്ക് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ സാധനം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് ചില സമയത്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസുകളിലെ പേയ്മെന്റ് അത് അങ്ങനത്തെ ചെയ്യാനിരിക്കും. പക്ഷെ അതിനുള്ള ക്യാഷ് ബാക്ക് പോയിന്റ്സ് നമുക്ക് വരില്ല. അപ്പോൾ ചില നമ്മുടെ ഫൈൻ പ്രിന്റ് വായിക്കാണ്ട് നമ്മൾ ഈ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കധികം പോയിന്റ്സ് ബെനിഫിറ്റ് ഉണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നിയമങ്ങൾ ഇടയ്ക്ക് മാറ്റും. അതെന്ന് പറഞ്ഞാൽ ആദ്യം ഇവർക്ക് ഇങ്ങനത്തെ ഒരു നിയമമായിരിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള നിയമങ്ങൾ ഇത് മാറ്റി. അപ്പോൾ അവർ ആദ്യം ഇതിനകത്ത് പറയുന്നത് വിത്ത് എഫക്ട് ഫ്രം ഫസ്റ്റ് ഡിസംബർ 2019 റീറ്റെയിൽ സ്പെൻഡ് മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇതിനകത്ത് അവർ ചേഞ്ചസ് വരുത്തി. അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് പോയിന്റ്സ് ചെയ്യണമെങ്കിൽ മിനിമം വേണം. ഇങ്ങനെ ഇവർ പോയിന്റുകൾ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടേഷൻ ഡിഫിക്കൽട്ടി വരും. അപ്പം പിന്നെ നമ്മൾ എടുത്തു വെച്ച പോയിന്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാഞ്ഞിട്ടും വരും. അപ്പം അങ്ങനത്തെ കാർഡുകൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്ക് പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ കാർഡുകളാണ്. അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്യാഷ് ബാക്ക് ആണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യും. അതെന്ന് പറഞ്ഞാൽ അതിനും കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് 3% ക്യാഷ് ബാക്ക് കിട്ടും നോൺ AED സ്പെൻഡുകൾക്ക്. പക്ഷെ 2% ക്യാഷ് ബാക്ക് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുക. അല്ലെങ്കിൽ 1% വേറെ കാറ്റഗറികൾക്ക്. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് മറ്റേതിന് അല്ലെങ്കിൽ 1% അങ്ങനത്തെ കാറ്റഗറി. പക്ഷെ ഇതിനൊക്കെ ഒരു ക്യാപ്പ് ലിമിറ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ 1,00,000 ദിറംസ് അല്ലെങ്കിൽ $1,00,000 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 2% കിട്ടും. അങ്ങനെ ഒരിക്കലും കിട്ടില്ല. അതിന് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ട്. ഇനി ആ ലിമിറ്റ് നിങ്ങൾക്ക് ആ കാർഡിന് ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ആദ്യത്തിൽ ചിലപ്പോൾ കാർഡുകൾക്ക് അങ്ങനത്തെ ലിമിറ്റുകൾ അവർ വെക്കില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാർഡ് ഒന്ന് ഉപയോഗിച്ചൊന്ന് ശീലമാകുമ്പോൾ അവർ ഇങ്ങനത്തെ ബെനിഫിറ്റ്സും ഇങ്ങനത്തെ ഓരോരോ ലിമിറ്റുകളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ കൊണ്ട് കോടീശ്വരനാവാനോ ലക്ഷാധിപതി ആവാനൊന്നും സാധിക്കില്ല. പക്ഷെ ഉള്ള ഓഫറുകൾ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും എന്നുള്ളതാണ് കാര്യങ്ങൾ. പിന്നെ ക്യാഷ് ബാക്ക് പോളിസി ചേഞ്ചുകൾ, ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. അതെന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെയാണ് ഗവൺമെന്റിന്റെ ഇവരുടെ ക്യാഷ് ബാക്ക് പോളിസികൾ ചേഞ്ച് വരുത്തുന്നത്. ഇത് നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോണ കാര്യങ്ങളാണ് ഈ പോളിസി ചേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാർഡ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ സിനിമ കാണാൻ പ്രിഫർ ചെയ്യുന്ന ആളാണെങ്കിൽ സിനിമയുടെ കാർഡ്, അതല്ലെങ്കിൽ നമ്മൾ എയർപോർട്ട് ലോഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ആ എയർപോർട്ട് ലോഞ്ച് നമ്മൾ പോകുന്ന ഫ്ലൈറ്റുകളുള്ള അല്ലെങ്കിൽ ആ എയർപോർട്ടുകളുള്ള എയർപോർട്ട് ലോഞ്ച്, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ കൂടുതൽ റെഡീം ചെയ്യാൻ സാധ്യത, അല്ലെങ്കിൽ അങ്ങനത്തെ ലെവലിൽ കാർഡുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ കാർഡ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കാർഡുകൾ എടുക്കായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് ബേസിക് കാർഡുകളുടെ ഒരു പാക്കേജ്. ഇനി ഇതല്ലാണ്ട് ചില കാർഡുകൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബോണസ് ഉണ്ടാവും. അങ്ങനെ പല പല ഓഫറുകളും ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ക്രെഡിറ്റ് കാർഡിനകത്ത്
പോയിന്റുകൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് അവസാനം വെക്കായിരിക്കും. നിയമങ്ങൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇവരുടെ റൂൾസ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായിട്ടുള്ള കാർഡുകൾ അതിൻ്റെ അകത്ത് ഫൈൻ പ്രിന്റ് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ കാർഡുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. താങ്ക് യു.